ആയുധം കൊണ്ട് തട്ടിയാൽ ആദ്യം തട്ടുന്നയാൾ അടുത്ത കൊല്ലം തെയ്യത്തിന് മുന്നേ മരിക്കും. അങ്ങനെ ഐതിഹ്യമുള്ളൊരു തെയ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് വൈരജാതൻ തെയ്യം. പരമശിവന്റെ അംശമായ തെയ്യമാണ് വൈരജാതൻ. ഭഗവാൻ ശിവന്റെ വൈരത്തിൽ നിന്നും രൂപം കൊണ്ട ദക്ഷനെ വധിക്കാനായി നിയോഗിക്കപ്പെട്ട അവതാരമാണ് വൈരജാതൻ. വൈരത്തിൽ നിന്നും ജാതനായവൻ. ഭഗവാൻ പരമശിവന്റെ പത്നിയായ സതീദേവി തന്റെ പതിയുടെ വാക്കു കേൾക്കാതെ പിതാവായ ദക്ഷൻ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ നിന്നും അപമാനിതയാവുന്ന സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്യുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ഭഗവാൻ പരമശിവൻ അത്യന്തം കോപത്താൽ തന്റെ ജട പറിച്ചെറിഞ്ഞ് അവതരിക്കപ്പെട്ട വീരഭദ്രൻ തന്നെയാണ് വൈരജാതൻ തെയ്യമായി കെട്ടിയാടുന്നത്. അവതാര പിറവിയെടുത്ത വീരഭദ്രനെ ദക്ഷവധത്തിനു ശേഷം ഭഗവാൻ ഭൂമിയിലേക്ക് അയക്കുന്നു. ഭൂമിയിൽ സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്ന ക്ഷേത്രപാലകനും വേട്ടക്കുരുമകനുമൊപ്പം ചേർന്ന് അള്ളട ദേശം പിടിച്ചെടുക്കാൻ പട നയിക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂന്തോട്ടത്ത് മണിയാണിയെ കാണുകയും മണിയാണി കമ്പക്കാത്ത് തറവാട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ചെറുവത്തൂർ കമ്പിക്കാത്തിടത്ത് സാന്നിധ്യം അറിയിച്ച വൈരജാതനീശ്വരൻ പിന്നീട് കുന്നുംബ്രം മാടത്തിൻ കീഴിൽ വസിക്കുകയും തുടർന്ന് തൃക്കരിപ്പൂർ മാടത്തിൻ കീഴിലും പറമ്പത്തറയിലും പിലാത്തറയിലും ചെറുതാഴം മാടത്തിൻ കീഴിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. ഭഗവാൻ പരമശിവന്റെ കോപത്തെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. ആ കോപത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് വൈരജാതൻ അഥവാ വീരഭദ്രസ്വാമിയുടേത്. ദക്ഷയാഗത്തിൽ സകലരെയും കൊന്നെടുക്കുന്നത് അനുസ്മരിച്ചാണ് വൈരജാതൻ തെയ്യവും തട്ടും വെള്ളാട്ടവും കണ്ണിൽ കാണുന്നവരെയെല്ലാം തട്ടുന്നത്. ഇങ്ങനെ ആദ്യം തെയ്യത്തിന്റെ പരിച കൊണ്ട് തട്ടിക്കിട്ടുന്ന ആൾ അടുത്ത വർഷം തെയ്യത്തിനു മുന്നേ മരണപ്പെടുമെന്ന ഐതിഹ്യവും നാട്ടുകാർക്കിടയിൽ നിലവിലുണ്ട്. വൈരജാതൻ തെയ്യത്തിന്റെ ആരൂഢം മാടത്തിലാണ്. തെയ്യം പുറപ്പെട്ട് പീഠത്തിൽ കയറി വിളിച്ചുണർത്തി കഴിഞ്ഞാൽ പിന്നെ ഉന്മാദാവസ്ഥയിലാണ്. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ രൗദ്രഭാവം മാറിയാൽ പിന്നെ തെയ്യം ശാന്തനായി മാറും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വൈരജാതൻ തെയ്യം ചെറുതാഴം കുന്നമ്പ്രം മാടത്തിൻ കീഴ് വൈരജാത ക്ഷേത്രത്തിലെയാണ്. വൈരജാതൻ ഈശ്വരൻ തെയ്യം കൂടുതലായും കെട്ടിയാടുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.